ആക്സിഡന്റിൽ ഒരു മോളുണ്ടായിരുന്നു. അതും ആ കൂടെ പോയി. വേണമെങ്കിൽ ഇത് ആലോചിക്കാം. ഫോട്ടോ കാണിക്കട്ടെ? കെട്ടിയോ മരിച്ചതും ബന്ധം പിരിഞ്ഞതും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് പിന്നെ നോക്കാം. കെട്ടാത്ത പെണ്ണുണ്ടോന്ന് നോക്കേ. എന്റെ മോനെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, 33 വയസ്സ്. കണ്ടാ 30 തോന്നിക്കൂ. പക്ഷെ രണ്ടാം കെട്ടല്ലേ? ആണുങ്ങൾക്ക് രണ്ടാം കെട്ടെന്നോ മൂന്നാം കെട്ടെന്നോ മറ്റോ ഉണ്ടോ? എന്റെ വിജയനെ ഏത് പെണ്ണ് കണ്ടാലും കൊതിക്കും. എത്രയാ? 40. ആരാ അത്? രത്നമ്മയുടെ അമ്മയനിയത്തീവാ. അവരെവിടെ ഉള്ളവരാ? കരുനാപ്പള്ളി. ഞാനിവിടെ ഇരിക്കുന്ന പ്രശ്നാവോ? എന്ത് പ്രശ്നം? അല്ല, അവരുടെ മോളുടെ ഭർത്താവിന് കല്യാണാലോചനയുമായി വന്ന ബ്രോക്കറാണ് ഞാനെന്നറിഞ്ഞാല് അവരറിയണമല്ലോ. അവരറിയട്ടെ. ഇതെന്താ പെട്ടെന്നൊരു വരവ്? കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ? എനിക്കെന്താ ഈ വീട്ടിൽ വരാൻ പാടില്ലേ? എന്റെ മോളെ കെട്ടിച്ച വീടല്ലയോ ഇത്? ഒരു കുഴപ്പവും ഇല്ലേ. വരുവോ പോവോ എന്താന്ന് വെച്ചാ ഇഷ്ടം പോലെ ചെയ്തു. രത്നമ്മയും വിജയനും കൂടി ഒരു സിദ്ധനെ കാണാൻ മൂലമറ്റത്ത് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഓ, സിദ്ധൻ അങ്ങോട്ട് ജപിച്ചു കൊടുത്താ ഉടനെ നെല്ലിക്കാക്കോട്ട മറിച്ചിട്ട പോലെ കുഞ്ഞുങ്ങളിങ്ങനെ വരിവരിയായി വരുവല്ലയോ. എത്ര സിദ്ധന്മാരെ, എന്തെല്ലാം മരുന്നുകളെ, എവിടെല്ലാം വഴിപാട്. വല്ല ഫലം ഉണ്ടായോ? എന്റെ മോൾക്ക് വയസ്സായി പോയിട്ടൊന്നും ഇല്ലല്ലോ. 30 വയസ്സ്. അവൾക്കിനി ഇഷ്ടം പോലെ സമയമുണ്ട് വേണമെന്ന് വെച്ചാ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ. പക്ഷെ എന്റെ മോന് പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുക. 2-3 വർഷം കൂടി കഴിഞ്ഞാലേ അവന് നല്ലൊരു പെണ്ണിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടേ ഞാൻ ഇവിടെ അവന് വേറെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. വിജയന് വേറെ കല്യാണോ? ആ, എന്താ? അപ്പോ എന്റെ മോളോ? ഓഹോ, കുടുംബ കോടതിയിലോട്ട് ഒരു കടലാസ് കൊടുത്താ അവര് ബന്ധം പിരിച്ചു തരും. നിങ്ങൾക്ക് മോളെയും വിളിച്ചോണ്ട് കരുനാഗപ്പള്ളിക്കും പോകാം. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് വസുമതി. എനിക്ക് ആൺതരി ഒന്നേ ഉള്ളൂ. കുടുംബം അന്യം നിന്ന് പോകാതെ നോക്കേണ്ടത് അവനാ. മക്കളില്ലാതെ വന്നാ പുത്തമ്പുരയ്ക്ക് കുടുംബം അതോടെ തീർന്നു. എന്റെ കുടുംബത്ത് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത്. അല്പം കൂടി ക്ഷമിച്ചൂടെ വസുമതി? രത്നമ്മയ്ക്ക് ഇനിയും മക്കളുണ്ടാകും. ഡോക്ടർമാര് പറഞ്ഞല്ലോ സാധ്യതയുണ്ടെന്ന്. ഓ, സാധ്യത അങ്ങനെ വിചാരിച്ച കഴിഞ്ഞ 7 വർഷം പോയത്. എന്നിട്ട് എന്തായി? എന്റെ മോൻ കുടിയനായി തീർന്നു. മക്കളില്ലാത്ത മനോവിഷമം കൊണ്ട് അവൻ കുടിക്കുന്നത്. ഇനി ഞങ്ങൾ ഒന്നും നോക്കുന്നില്ല. അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ നാശം പിടിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം കിട്ടും. പിന്നെ വീട് മാറാത്ത കുഴപ്പേ ഉള്ളൂ. മച്ചി പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടി അത് പ്രസവിക്കുവോ? ഞാനധികം കേക്കുക. ആ, നീ ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചേ. എന്റെ മോനെ ഇണങ്ങുന്നവളാണെന്ന് നോക്കട്ടെ. രത്നമ്മേ, രത്നം. മോളെ, എന്തു പറ്റി മോളെ? മോളെ, ഒന്നും പറ്റിയില്ല.
എന്താ ഇവിടെ നടക്കുന്നേ നമ്മ കണ്ടല്ലോ. അവര് വിജയേട്ടന് വേറെ കല്യാണം ആലോചിക്കുക. അതാ തള്ളയുടെ മനസ്സിലിരിപ്പല്ലേ. വിജയനല്ലേ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. വിജയേട്ടന് പറയാനോ വേണ്ടെന്ന് എന്താ പറയാത്ത? നീ തന്നെ നേരിട്ട് ചോദിക്കണം. നിന്റെ ഭർത്താവല്ലേ. വിജയേട്ടന് മാറ്റമുണ്ടമ്മേ. പഴയ സ്നേഹമൊന്നും ഇപ്പോഴില്ല. എന്നെ വേണ്ടെന്നായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ അവൻ? എല്ലാം പറഞ്ഞിട്ട് വേണോ അറിയാൻ? അമ്മ ഒരു പെണ്ണല്ലേ. നിങ്ങള് മൂലമറ്റത്തോ മറ്റൊരു സിദ്ധനെ കാണാൻ പോയിരുന്നല്ലോ. അതുകൊണ്ടും ഗുണമൊന്നും ഉണ്ടായില്ലേ? സിദ്ധൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ. അതിന് സമയം വേണ്ടേ? മരുന്ന് തന്നു, കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോ എല്ലാം കൂടി വലിച്ചെറിഞ്ഞ് കളയാനാ തോന്നുന്നത്. സാരമില്ല, നീ വിഷമിക്കണ്ട. വിജയനെ പണക്കാതിരുന്നാ മതി. ആ തള്ള എന്തു വേണേലും ചെയ്യട്ടെ. ചിലപ്പോ തോന്നും ചത്തു കളഞ്ഞാലോന്ന്. പിന്നെ ഒരു നേരം അത്താഴം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന മാതിരിയല്ലേ ചത്തുകളയല്. പിണക്കം മാറുമ്പോ തിരിച്ചു വരാൻ പറ്റുമോടി? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? മതി, നിർത്ത്. ഞാൻ അങ്ങ് കരുനാഗപ്പള്ളിന്ന് ബസ് കയറി വരുവാ. പെറ്റമ്മയല്ലേ, നിന്നെ കാണാനായിട്ട് വന്നതല്ലേ. ഒരിറ്റ് ചായ തരണമെന്നുണ്ടോ നിനക്ക്? പിന്നെ കരുനാഗപ്പള്ളിയിലെ ചായക്ക് മുട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. വാ. ഈ പെണ്ണുകൊള്ള. ഇവിടെ പേരെന്താ? ഹേമലത, മാവേലിക്കരക്കാരിയാ. ഒന്ന് കാണട്ടെ. ഏയ്, ഇത് കൊള്ളൂല. ചേട്ടൻ ഈ പെണ്ണ് ഒട്ടും ചേരില്ല. കണ്ണു തുറന്നു നോക്കടി. എനിക്കെന്തായാലും നിങ്ങളെക്കാളും കാഴ്ചശക്തി ഉണ്ട്. ഒട്ടും കൊള്ളൂല. ദാ. എന്നാ പിന്നെ നീ തന്നെ ആയിക്കോടി. ഏ, ഞാനോ? ആ, നീ എന്താ? ചേച്ചിക്ക് മക്കളില്ലെങ്കിൽ അനിയത്തിയെ കൂടി കെട്ടിക്കുന്ന പാരമ്പര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്, ഇല്ലേ മണിയമ്മേ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, ചേച്ചിക്ക് ഒഴിഞ്ഞു പോവേണ്ടിയും വരില്ല. രണ്ട്, അനിയത്തിക്ക് കല്യാണം അന്വേഷിച്ചാലേണ്ടിയും വരില്ല. സ്ത്രീധനവും പേരിന് മാത്രം മതി. ആകെ കൂടി നോക്കുമ്പോ പെൺവീട്ടുകാർക്കാ ലാഭം. കഷ്ടം, പേടിച്ചു പോയി. ഞാൻ വെറുതെ പറഞ്ഞതല്ല മണിയമ്മേ. വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. അല്ല, ഇത് നോക്കാം. അല്ല, ഇത് ആരൊക്കെ?
വന്നു? കുടിച്ചിട്ട് വരാനും തുടങ്ങിയല്ലേ? എന്നു മുതലാ ഇത് തുടങ്ങിയത്? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ അമ്മേ? അല്ല വേണ്ടേ? ഇതാണോ രസം? നീ രസിക്കുമ്പോ ഇവിടെ എടുത്ത് കണ്ണീര് കുടിക്കുക, അത് ഓർമ്മയുണ്ടോ നിനക്ക്? ആര്? ഇവളോ? ഇവളെന്തിനാ കണ്ണീര് കുടിക്കുന്നത്? കുടിക്കാൻ ഇവിടെ വേറെ എന്തെല്ലാം ഉണ്ട്. പാല്, മോര്, ജീരകവെള്ളം, കോള, വേണമെങ്കിൽ അതും വാങ്ങിച്ചു കൊടുക്കാം. വേണോ? സുനിത, നീ ഇതെന്തടി ഒന്നും മിണ്ടാതെ? കരുനാഗപ്പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറ. പറഞ്ഞാലും ഓർമ്മ നിൽക്കുന്ന കണ്ടീഷനൊന്നും അല്ലല്ലോ. ആഹാ, നിനക്കും വേണകോയോ? ചേടാ, മനുഷ്യനെതിരെ ദാഹജലം കുടിക്കാൻ വയ്യേ? കഷ്ടം. കണ്ടല്ലോ കോലം കെട്ട്. അവന്റെ ചങ്കിലെ വിഷമം തീരാൻ അവനീ കുടിക്കുന്നേ. പച്ചവെള്ളം ചവച്ചരച്ച് കുടിച്ചോണ്ടിരുന്നവനാ എന്റെ മോൻ. ആരുടെ കുറ്റം കൊണ്ട് അവനിങ്ങനെ ആയി തീർന്നെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്റെ മോളുടെ കുറ്റാണോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അനുഗ്രഹം ഇവൾക്ക് കൊടുക്കാത്തത് ആരാ? ഓ, ദൈവമായിരിക്കും ഇപ്പൊ കുറ്റക്കാരൻ. സരസമ്മേ, ഞാൻ ഉള്ള കാര്യം തുറന്നങ്ങ് പറയാലോ. എന്റെ മോനിങ്ങനെ നശിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. സമ്മതിക്കില്ല ഞാൻ. എന്തു വന്നാലും ശരി, ഞാൻ അവന് വേണ്ടി ഒരു രണ്ടാം കല്യാണം ആലോചിച്ച് നടത്തും. അതിനു മുമ്പ് ആരും പറയാതെ തന്നെ ഒഴിഞ്ഞു പോയാ അത് നിങ്ങളുടെ മോടെ മര്യാദ. വിജയേട്ടാ, കുളിക്കുന്നില്ലേ? വിജയേട്ടാ, എഴുന്നേറ്റ് മേല് കഴുകിയിട്ട് വാ. ഞാൻ കിടന്നു. എണീറ്റ് പോയി കുളിക്ക് വിജയേട്ടാ. ഇനി രാവിലെ വിളിക്കാം. ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടി? എന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ്.
നിനക്കിതൊക്കെ വേറൊരു എക്സ്ക്യൂസാ. ഏതായാലും എന്റെ അമ്മയും അനുജത്തെയും കൂടെ വന്നപ്പോ തന്നെ കാണിച്ച പ്രകടനം അസലായി. അവർക്കിപ്പോ നല്ല മതിപ്പായിരിക്കും. ആർക്ക് വേണോടി അവരുടെ മതിപ്പ്? വിജയേട്ടന്റെ അമ്മ പകല് മുഴുവൻ ഇവിടെ ഇരുന്ന് കല്യാണാലോചനയായിരുന്നു വിജയേട്ടന് വേണ്ടിയിട്ട്. അമ്മയല്ലേ, ആലോചിച്ചോട്ടെ, നമുക്കെന്താ. ബ്രോക്കറെ വിളിച്ചു വരുത്തി ഓരോ പെണ്ണുങ്ങളുടെ ഫോട്ടോയും അഡ്രസ്സും ഒക്കെ എടുത്തു വെച്ചോണ്ടാ ആലോചന വിലപേശലും. അതിലെന്താ ഒരു തെറ്റ്? അമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമാധാനിക്കട്ടെ. നീ കണ്ണീര് കുടിച്ച് സമാധാനിക്കുന്നു, ഞാൻ ബ്രാൻഡി കുടിച്ച് സമാധാനിക്കുന്നു. ബ്രാൻഡി കുടിച്ച് സമാധാനം. വിജയേട്ടന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. നിന്നോട് ഒഴിഞ്ഞു പോകാൻ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. നിനക്ക് എന്നെ വിട്ടു പോണെങ്കിൽ പോകോ. അതിനിങ്ങനെ ഒരുപാട് വളച്ച് കെട്ടണ്ട. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം വിജയേട്ടാ, ഏതെങ്കിലും ഒരു ഓർഫനേജിന്ന്. നീ എടുത്തോടി, നീ എന്ത് വേണമെങ്കിലും എടുത്തോ, എന്ത് വേണമെങ്കിലും എടുത്തോ, എന്ത് വേണമെങ്കിലും. മോളെ പതുക്കെ. എന്താ മോളെ? വീണു. ആര്? അച്ഛമ്മ. എവിടെ? വീട്ടിൽ. അച്ഛൻ വാ അച്ഛാ. മോള് വാ. അമ്മേ, 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 അമ്മേ.
അമ്മേ അമ്മേ ഗോവിന്ദൻകുട്ടി ഇതെന്തു പറ്റി? അമ്മ തലചുറ്റി വീണതാ. വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ഒരു വണ്ടി വിളിച്ചോണ്ടോ സ്വാമേട്ടാ? ആശുപത്രി കൊണ്ടുപോകാനാ. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ഞാനിപ്പോ വിളിച്ചിട്ട് വരാം. അമ്മേ 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 അച്ഛാ അയ്യോ മോളെ 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 അച്ഛമ്മ അമ്മേ അമ്മേ അച്ഛമ്മ അമ്മേ അമ്മേ